ക്ഷേത്രങ്ങളുടെയും പഴയ മനകളുടെയും കൃത്യമായ കണക്കുകളിൽ നിർമ്മാണം നടത്തി പരിചയമുള്ള രാപ്പാളിലെ അപ്പു ആശാരിയുടെ മകൻ രാജൻ ആശാരിയും അനുജന്മാരുമാണ് ഈ സോമയാഗത്തിനുള്ള മരപ്പാത്രികളുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. മരകളും പഴയ കണക്കുകളൊക്കെ ആയിട്ട് ആൾക്കാർ പണിയുണ്ടായിരുന്നു. കാരണന്മാരായിട്ട് ഞങ്ങൾ സ്വദേശം ഇങ്ങനെ പഠിച്ച് ഇതായിരുന്നു. അപ്പൊ ഈ ഇത് യാഗത്തിന് പണി കിട്ടിയത് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഭഗവാന്റെ പന്തലി ഗണപതിയിലും അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഇത് കണക്കായിരുന്നു. അങ്ങേയറ്റം കൃത്യതയാർന്ന അളവുകളിൽ നിർമ്മിച്ചെടുക്കേണ്ട ഈ പാത്രങ്ങളുടെ കണക്കും കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് പന്തൽ വൈദികൻ ജാതവേദൻ നമ്പൂതിരിയും പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരിയും കൃത്യമായ നിർദ്ദേശങ്ങൾ ആശാരിക്ക് നൽകുന്നു. ഒട്ടനവധി അപൂർവങ്ങളായ ദൈവീക മരങ്ങളാണ് സോമയാഗത്തിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. പേരാൽ, അരയാൽ, അത്തി, പ്ലാശ്, വയ്യങ്കതവ്, കരിങ്ങാലി, നീർമാതളം, കൂവളം എന്നീ മരങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പേരാലിൽ നിന്നാണ് ചമസങ്ങളും ദ്രോണകലശങ്ങളും ഉണ്ടാക്കുന്നത്. ചാട്ടിൻ്റെ ഉരുളുകളും പേരാലിൽ നിന്ന് തന്നെ. അരയാലിൽ നിന്നാണ് ഉപഭൃത്തുകളും അരണിയും അഗ്നിഹോത്രഹവണിയും പ്രചരണിയും ഉണ്ടാക്കുന്നത്. അത്തിയിൽ നിന്ന് ശഭം, ഊർധ്വപാത്രം, മേക്ഷണം എന്നിവ ഉണ്ടാക്കുന്നു. ജുഹു, ഹോമചമതകൾ എന്നിവയെല്ലാം പ്ലാശിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. വയ്യങ്കതവിൽ നിന്നാണ് ധ്രുവ ഉണ്ടാക്കുന്നത്. കരിങ്ങാരിയിൽ നിന്ന് സ്ഥ്യം, സ്രുവം, ഉലയ്ക്ക, ശമ്യ എന്നിവ ഉണ്ടാക്കുന്നു. നീർമാതളത്തിൽ നിന്നും ഉരൽ, ദാരുപാത്രി, ഇട, പ്രണീത എന്നിവ ഉണ്ടാക്കുന്നു. യൂപം, ഊർധ്വപാത്രം എന്നിവയ്ക്ക് കൂവളമാണ് ഉപയോഗിക്കുന്നത്.